നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. സംഭവബഹുലമായ കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ അരങ്ങേറിയത്. സഹമത്സരാർത്ഥിയായ സിജോയെ മർദ്ദിച്ചതിന്റെ പേരിൽ റോക്കിയെ ഇന്നലെ പുറത്താക്കിയിരുന്നു. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസ് നിയമത്തിനെതിരായതിനാൽ ഉടൻ തന്നെ റോക്കിയെ പുറത്താക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ സിജോ റോക്കിയോടായി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. ഗാർഡൻ ഏരിയയിൽ ക്യാമറയിൽ നോക്കിയായിരുന്നു സിജോയുടെ സംസാരം. റോക്കി, നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോട് എന്താ ഫീലിംഗ് എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നോട് ദേഷ്യമാണോ എന്നൊന്നും എനിക്കറിയാൻ മേല. ഒരു കാര്യം നിന്നോട് പറയാം, ഒരിക്കലും നീ ഇവിടുന്ന് പുറത്തു പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ നിന്നെ പിന്നിൽ നിന്നും കുത്തിയിട്ടുമില്ല. ഞാൻ നിന്നെ ചതിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ഞാനിവിടെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ആരോ പറഞ്ഞത് കേട്ട് ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്തതെന്നാണെന്ന്. അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് നിന്നെ ഭയങ്കര കാര്യമായിരുന്നു, ഇപ്പോഴും കാര്യമാണ്. നിനക്ക് എന്നോട് എത്ര ദേഷ്യമാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇത് നീ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. ഐ ലവ് യു എന്നാണ് സിജോ പറഞ്ഞത്. അതേസമയം സിജോയുടേത് സ്ട്രാറ്റജിയാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. റോക്കിയെ പ്രൊവോക്ക് ചെയ്ത് തല്ലിപ്പിച്ചത് സിജോ ആണെന്നും എന്നിട്ട് പുറത്ത് നെഗറ്റീവ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നും ഇവർ പറയുന്നു. വോട്ടിന് വേണ്ടിയുള്ള നാടകമെന്ന് മറ്റു ചിലരും പറയുന്നുണ്ട്. ഒരു മത്സരാർത്ഥിയെ പുറത്താക്കിയ ശേഷം ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും ഇവർ പറയുന്നു. ഇതിനിടെ ഇത്രയും പ്രശ്നം നടന്നപ്പോൾ ഒരാൾ പോലും പിന്തിരിപ്പിക്കാൻ പോകാത്തത് വളരെ മോശമായി പോയെന്ന് പറയുന്നവരും ധാരാളമുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.